എല്ലാ സഖാക്കളെയും അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് സഖാക്കളുണ്ട്. സാക്ഷാൽ ചെഗുവേരയുടെ മോള് വന്നപ്പോൾ എനിക്ക് കാണാൻ വലിയൊരു അവസരം ഉണ്ടായി. എൻ്റെ ബൈക്കിൻ്റെ പേര് ലാ പെഡ്രോസ എന്നായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്, സൂചിപ്പിച്ചത്. പക്ഷേ ആ ബാലൻസ്ഡായ നിലപാട് പോലും കേൾക്കാൻ CPM-ന് വിരോധമുള്ളത് എന്തുകൊണ്ടാണ്? രണ്ട്, CPM-നേക്കാൾ വലിയ വിശ്വാസി എന്തായാലും ഞാനാണല്ലോ. കാര്യം ശബരിമല കേസിൽ ആദ്യമായി ജയിലിൽ കിടന്നതും അന്നും നിരാഹാരം കിടന്നതും ആരുമില്ലാത്ത സമയത്ത് ശബരിമലയ്ക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയതും, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും മറുവശത്ത് നിൽക്കുമ്പോഴും പോരാടാൻ ഇറങ്ങിയ ഞാനടക്കമുള്ള വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പുറത്തിരിക്കുന്ന ഷിബു മീരാൻ്റെ പാർട്ടിയായ മുസ്ലിം ലീഗാണ് ആദ്യമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അതാണ് അവരുടെ നന്മ. അതുകൊണ്ടാണ് അവരെ എനിക്കിന്നും ഇഷ്ടം. പക്ഷേ ഇത് വിശ്വാസികളുടെ തലയിലും വിശ്വാസികളുടെ ചുമലിലും വെച്ച് പോരാടാൻ ശ്രമിക്കുന്നതും അമ്പെയ്യാൻ ശ്രമിക്കുന്നതും വളരെ വിഷമകരമായൊരു കാര്യമാണ്. CPM പോലെ ബഹുജന അടിത്തറയുള്ള ഒരു പാർട്ടിക്ക് ചേർന്ന കാര്യമല്ല. അതുകൊണ്ട് ശ്രീ കുഞ്ഞബ്ദുള്ളയ്ക്ക് ഒരു അയ്യപ്പ വിശ്വാസിയായ എൻ്റെ എല്ലാ പിന്തുണയുമുണ്ട്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എനിക്കെതിരെയും തിരുവനന്തപുരം സൈബർ പോലീസ് തന്നെ കേസെടുത്തത്. 100% ജാമ്യം കിട്ടിയിട്ട് മാത്രമേ വരാവൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് 2-3 ദിവസം ജയിലിലിടുകയും മുസ്ലിങ്ങളായതുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ പാട്ട് എഴുതിയെന്ന് ഇവർ കഥ ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. സ്റ്റേഷൻ ജാമ്യം തന്നുവിടാന്ന് പറയുന്ന കേസിൽ 16 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. യാതൊരു മെറിറ്റുമില്ലാതെ എനിക്ക് നോട്ടീസുകാരെ അറസ്റ്റ് ചെയ്താൽ ഇനിയും ഇവരാരും ഇന്ത്യയില്ലാത്തത് ഭാഗ്യം. അതുകൊണ്ട് ആദ്യം ചിലപ്പോൾ ലോവർ കോടതികളിൽ നിന്ന് കിട്ടില്ല, അവർ ഈ ശക്തമായ ചിലപ്പോൾ നിലപാടുകൾ എടുത്തെന്ന് വരില്ല. പകരം ബഹുമാനപ്പെട്ട കോടതികളിൽ പോയി ACJMO സെഷൻസോ ഹൈക്കോടതിയിലോ ഒക്കെ പോയി ശക്തമായ നിലപാടെടുത്ത് ജാമ്യമെടുത്ത് മാത്രമേ വരാവൂ. ഇല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച പോലെ ലാപ്ടോപ്പും മൊബൈലും എടുത്തുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല, കുറച്ച് മെനക്കെടുത്താം എന്നൊരു ചിന്തയിൽ മാത്രമാണ്. എന്നിട്ട് പ്രോസിക്യൂഷൻ യാതൊരു മടിയില്ലാതെ കള്ളങ്ങൾ പറയും, ഇവർക്ക് വേറെ ബന്ധങ്ങളുണ്ടെന്ന് പറയും, ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കും, 153 അടക്കം IPC-യിലുള്ള മതവിദ്വേഷം പറയും. ഈ കള്ളത്തരമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് ശരിയല്ലെന്ന് പറയാൻ ധൈര്യമുള്ള ആൾക്കാർ ഈ നാട്ടിൽ കുറവാണെന്നുള്ളതാണ് വിഷമം. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, ഞാൻ ആ പാട്ട് ഒന്നും ഷെയർ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ അറിയോ? സഖാക്കളാണ് അയ്യപ്പ എന്ന വാക്കുള്ളത് കൊണ്ടാണ്. കാര്യം എല്ലാ സഖാക്കളെ എങ്ങനെ മോശമായി പറയരുത്, ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. സഖാവെന്ന വാക്കിന് അതിൻ്റെതായൊരു ബഹുമാന്യതയുണ്ട്. പക്ഷേ ആ നിലപാട് പോലും കേൾക്കാൻ കഴിയാത്തത് അസഹിഷ്ണുതയാണ്. നോർത്ത് ഇന്ത്യയിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ പൂർണ്ണമായി ശരിയുണ്ടാവണമെന്നില്ല. എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ പലതും കാണും, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവില്ല. പക്ഷെ അതിനെ ഏത് നിലയ്ക്ക് ട്രീറ്റ് ചെയ്യാം എന്ന ആലോചനയിലാണ് പ്രശ്നങ്ങൾ. ഷിബു, ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് എഴുതാൻ പറ്റില്ല എന്ന നില വരുമോ? ഒരു GP കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന മനുഷ്യന് ഇങ്ങനത്തെ വിഷയങ്ങളെ ടച്ച് ചെയ്ത് പാട്ടെഴുതാൻ കഴിയില്ല എന്നൊരു പ്രീസിഡൻസ് രൂപപ്പെട്ട് വരുമോ? നേരത്തെ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ. അല്ല, തീർച്ചയായും ഇതൊരു കൈവിട്ട് കളിയാണ് CPM കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരാ കാര്യമില്ലാതെ ഇതിലേക്ക് വിശ്വാസത്തെയൊക്കെ വലിച്ചഴിച്ച് കൊണ്ടുവരികയാണ്. ഈ ശബരിമല വിശ്വാസത്തെ ആരാണ് നിഷാദ് യഥാർത്ഥത്തിൽ ഹനിച്ചത്? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചൊരു കാലം. അന്ന് നവോത്ഥാന മതിൽ കെട്ടി, വനിതാ മതിൽ 50 കോടിയോ മറ്റോ ചെലവാക്കി എന്ന് പറയുന്നു. അന്ന് ആർത്തവം, എനിക്ക് 2-3 വാചകം പറയാൻ നിഷാദ് സമയം തരണം. ആർത്തവം എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നിരുന്നു. ആ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് ഒരു കവാടുണ്ടായിരുന്നു. രജസ്വലകളായ സ്ത്രീകളെയോ ആർത്തവ രക്തത്തെ ഒന്നും ഞാൻ ഞാൻ അതിനൊന്നും അപമാനിക്കുന്ന ആളല്ല. ആ നിലയ്ക്ക് നിഷാദിനെ കാണുകയും ചെയ്യരുത്. പക്ഷെ ഞങ്ങളന്നൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഒരു സ്ത്രീയെ കൊണ്ടുപോയി പിന്നെ 18-ാം പടിയുടെ മുന്നിൽ നിർത്തി ശരണം വിളിപ്പിക്കുന്ന ആ നിമിഷം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒന്നല്ല നവോത്ഥാനം, ഒന്നല്ല തുല്യത. നമ്മൾ തീവ്രമായ നിലപാടുമായി പോകുമ്പോൾ ഇവിടെ മനസ്സ് വേദനിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ ക്ഷേത്രത്തിൽ പോകുന്നവരാണ്, അവർ കാവി മുണ്ടെടുക്കുന്നവരാണ്. പക്ഷെ അവർ സംഘികളല്ല, അവർ വിശ്വാസികളാണ്. അവരെ കേൾക്കണം, അവരെ പരിഗണിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ ഞങ്ങൾക്ക് തന്നൊരു പേരുണ്ട്. എന്താണെന്നറിയോ? നാരങ്ങാവെള്ളം കലക്കി കൊടുക്കണവരെന്ന. ഞങ്ങൾ അഭിമാനത്തോടെ ആ പേര് സ്വീകരിച്ചവരാണ്. അവിടെ നിന്ന് നിങ്ങൾ 1 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് സഖാവ് കെ ടി കുഞ്ഞിക്കണ്ണൻ നിങ്ങൾക്ക് വരേണ്ടി വന്നു, മാപ്പ് പറയേണ്ടി വന്നു, സമസ്താപരാധം ഏറ്റു. അവിടുന്ന് നിങ്ങൾ ഇങ്ങോട്ട് പിന്നീട് ഈ ആഗോള അയ്യപ്പ സംഗമം മുതലുള്ള അജണ്ട എന്ന് വെച്ചാൽ വിശ്വാസത്തെ തരാതരം പോലെ ഉപയോഗിക്കാൻ ഞങ്ങളെക്കാൾ സമർത്ഥന എല്ലാ കാലത്തും നിങ്ങൾ തന്നെയായിരുന്നു. ഇവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാരടി പാട്ടാണ്. VD രാജപ്പനൊക്കെ എന്നോ മരിച്ചു പോയത് നന്നായി. ഇപ്പോഴത്തെ കാലത്ത് വല്ലതും ആണെങ്കിൽ VD രാജപ്പൻ ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടത് തന്നെ. ഈ വരികളൊക്കെ ചേർത്ത് എത്രയോ നല്ല പാരടി ഗാനങ്ങൾ. ഇത് കോമഡി ആവുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ തെറ്റിദ്ധരുത്തൽ ഇത്ര ലഘുവായ ഒന്നാക്കി മാറ്റരുത്. ഇദ്ദേഹത്തെ പോലുള്ള ചെറിയ ചെറിയ മനുഷ്യർ, അവർ ഇതൊക്കെ എഴുതി ജീവിക്കുന്ന അടിസ്ഥാന വർഗം ഒരുപാടുണ്ട്. സഖാവ് കേട്ടി പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഉപജീവനം കൂടിയാണ്. ആരും സിനിമയിലൊന്നും പാടാൻ വിളിക്കുന്നില്ല, വലിയ സ്റ്റേജ് ഷോകളില്ല. ഇതുപോലെ 4 വരി കുത്തി കുറച്ചുണ്ടാക്കി നിങ്ങൾക്കും എഴുതി തരും, നിങ്ങൾക്കും വേണ്ടി പാടും, ഞങ്ങൾക്കും എഴുതി തരും, നമുക്കും വേണ്ടി പാടും. ആ അടിസ്ഥാന വർഗത്തെ നിങ്ങൾ തെറ്റിദ്ധരുത്തൽ നടപടിയിൽ നിന്ന് ദയവ് ചെയ്ത് വെറുതെ വിടണമെന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇതുകൊണ്ടൊന്നും ഇത്തരത്തിലുള്ള ആവിഷ്കാരങ്ങളോ
വിമർശനങ്ങളോ അവസാനിക്കാൻ പോകുന്നില്ല. അതിശക്തമായി ഇത് നിങ്ങൾക്ക് പൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി ഇത്തരത്തിൽ ഞങ്ങളെ കൊണ്ട് ആവും വണ്ണം ഇത്തരത്തിലുള്ള പാരഡികളെ, സത്യത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തെ നിങ്ങൾ രാഷ്ട്രീയമായി ഒന്ന് ഡൗൺ പ്ലേ ചെയ്യാനല്ലേ ശ്രമിക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളത് വീണ്ടും നിങ്ങൾ തന്നെ കത്തിക്കുകയാണ്, നിങ്ങൾ തന്നെ അതിനകത്ത് എൻഗേജ് ചെയ്യുകയാണ്. ആളുകൾ വീണ്ടും വീണ്ടും വന്ന് എന്താണ് ഈ പോറ്റിയെ കയറ്റി എന്ന പാട്ട് നോക്കുന്നു, അതിൻ്റെ കാരണം അന്വേഷിക്കുന്നു, ആരാണ് പോറ്റി, അതിൻ്റെ പിന്നിലാര്. ഈ ഡിസ്കഷൻ വീണ്ടും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് സത്യത്തിൽ രാഷ്ട്രീയമായി ഗുണമാണോ കയറ്റി?